ADM നവീൻ ബാബു ആത്മഹത്യ ചെയ്ത കേസിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം നൽകിയ ഹർജി തള്ളണമെന്ന് പോലീസ് കോടതിയിൽ. പ്രത്യേക അന്വേഷണ സംഘത്തിനെതിരായ കുടുംബത്തിന്റെ വാദങ്ങൾ തെറ്റാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കേസ് അനാവശ്യമായി നീട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമമെന്ന് PP ദിവ്യ കോടതി അറിയിച്ചു. നവീൻ ബാബുവിന്റെ മരണത്തിൽ പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചതിന് പിന്നാലെയായിരുന്നു കേസിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ട് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ ഇതേ കോടതിയെ സമീപിച്ചത്. അന്വേഷണത്തിൽ പോലീസിനും റോസി കൃഷ്ണനും സംഭവിച്ച വീഴ്ചകൾ അക്കമിട്ട് നിരത്തിയായിരുന്നു മഞ്ജുഷയുടെ ഹർജി. കുറ്റപത്രം പ്രതി PP ദിവ്യയെ സഹായിക്കാനാണെന്നും ഇതിന് സഹായകരമായ 13 വസ്തുതകൾ കുറ്റപത്രത്തിലുണ്ടെന്നും ഹർജിയിൽ ആരോപിച്ചിരുന്നു. ഹർജിയിൽ നിലപാട് അറിയിക്കാൻ അന്വേഷണ സംഘത്തോട് കോടതി ആവശ്യപ്പെട്ടിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥനായ ടൗൺ SHO ശ്രീജിത്ത് കോടേരി സമർപ്പിച്ച റിപ്പോർട്ടിലാണ് പോലീസ് തുടരന്വേഷണം ആവശ്യമില്ലെന്നുള്ള നിലപാട് സ്വീകരിച്ചത്. അന്വേഷണത്തിൽ അപാകതയുണ്ടെന്നുള്ള വാദം മേൽക്കോടതികൾ തള്ളിയതാണ്. എന്നാൽ ADM കൈക്കൂലി വാങ്ങിയെന്നുള്ള ആരോപണത്തെ സാധൂകരിക്കുന്ന ചില തെളിവുകൾ റിപ്പോർട്ടിലുണ്ട്. നവീൻ ബാബുവിനെതിരായ ജില്ലാ കളക്ടറുടെ മൊഴി, പെട്രോൾ പമ്പ് ഉടമ വിജിലൻസിൽ പരാതി നൽകിയതിന്റെ CCTV തെളിവുകൾ, നവീൻ ബാബുവും TV പ്രശാന്തനും തമ്മിൽ ബന്ധപ്പെട്ടതിന്റെ CDR വിവരങ്ങൾ എന്നിവയാണ് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. തുടരന്വേഷണം എന്ന കുടുംബത്തിന്റെ ആവശ്യം തള്ളിക്കളയണമെന്ന് PP ദിവ്യയുടെ അഭിഭാഷകനും ഇന്ന് കോടതിയിൽ ആവശ്യപ്പെട്ടു. യഥാർത്ഥത്തിൽ തികച്ചും പരീക്ഷണാടിസ്ഥാനത്തിൽ സമർപ്പിച്ച ഒരു ഹർജി മാത്രമാണത്. ഇത് സംബന്ധിച്ച് ഈ കേസ് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി 2 തവണ പരിശോധിക്കുകയും അതിനുശേഷം സുപ്രീം കോടതിയിൽ അഡ്മിഷൻ പോലും കിട്ടാത്ത നിലയിലുള്ള കേസുകളാണ്. അപ്പോൾ ഈ കേസ് അനന്തമായി നീട്ടിക്കൊണ്ടുപോകാനുള്ള ഒരു തന്ത്രത്തിന്റെ ഭാഗമായാണ് ഈ ഹർജി സമർപ്പിച്ചിട്ടുള്ളത് എന്ന് ബഹുമാനപ്പെട്ട കോടതിയിൽ ഞങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട്. കേസിൽ വിശദമായ വാദം കേൾക്കുന്നത് കോടതി ഈ മാസം 23-ലേക്ക് മാറ്റിയിട്ടുണ്ട്. മീഡിയ 1 കണ്ണൂർ.